ക്രൈസ്തലോട് കർത്താവിൻ്റെ അതിമഹത്വമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് 23-ാം സങ്കീർത്തനം സാംസ് 23 വേർഡ്സ് 1 നമുക്ക് കാണാൻ കഴിയുന്നത്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, യഹോവ എൻ്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതായത് നമുക്ക് മുട്ടുണ്ടാകാത്ത ആത്മീക കാര്യങ്ങളെക്കുറിച്ച്, ആത്മീകമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ക്രൈസ്തലോട് എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റപ്പെടേണ്ടതിനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റപ്പെടേണ്ടതിനായിട്ട് നമുക്ക് മുട്ടുണ്ടാകുകയില്ല, ആവശ്യമായ യാതൊന്നിനും എനിക്ക് കുറവുണ്ടാകില്ല. അപ്പോൾ നമ്മളെ ദൈവിക ഹിതം നിറവേറ്റണം. അത് മാത്രമല്ല, ആവശ്യമായ യാതൊന്നിനും എനിക്ക് കുറവ്, അങ്ങനെ ജീവിക്കുന്ന ഒരു യഹോവ എൻ്റെ ഇടയനായിട്ട് തന്നെ ഏതൊരു കാര്യത്തിനും കർത്താവിന് മുൻതൂക്കം കൊടുക്കുകയും കർത്താവുമായിട്ട് കൂടുതൽ നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം എല്ലാ വിഷമഘട്ടങ്ങളിലും വിഷമസന്ധികളിലും ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മളെ കരുതുന്ന ദൈവമാണ്. ഞാൻ സംതൃപ്തനാണ് എന്നാകുന്നു, എന്നാൽ ഞാൻ അവൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കുകയും എന്നോടുള്ള അവൻ്റെ കൽപ്പനകൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 10:11. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനകളെ വിശ്വസിക്കുകയും കർത്താവാണ് എൻ്റെ ഇടയൻ ആണെന്നുള്ള ഒരു വലിയൊരു ചിന്താബോധം ഭരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഇതിനകത്ത് കാണുന്നത്. സന്തൽ കടകലാദ്രീമനകട യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഏത് സാഹചര്യത്തിലായാലും, ഏത് വിഷമഘട്ടത്തിലായാലും, ഏത് അനുഭവത്തിലായിരിക്കാലും, ഞാൻ എവിടെ ആയിരുന്നാലും അവിടെയൊക്കെയും എന്നെ നടത്തുകയും കിടത്തുകയും. അതിനകത്ത് 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, 1 എൻ്റെ ഇടയനാകുന്നു, 2 മുട്ടുണ്ടാകുകയില്ല, 3 പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, 4 സ്വസ്ഥത ഉള്ള വെള്ളത്തിനരികത്ത് എന്നെ നടത്തുന്നു. അപ്പോൾ 1 കിടത്തുന്നു, 2 ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, എന്നെ നടത്തുന്നു. ഇപ്പോൾ ഈ ഒരു വാക്യത്തിൽ 1-ലും 2-ലും കാണുന്നതാണ്, നമ്മളെ കിടത്തുന്നു, നമുക്ക് മുട്ടുണ്ടാകുകയില്ല, അവൻ നമ്മളെ പുലർത്തും. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസിയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നടത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ശാന്തലാദ്രീമനഘടകൽ പ്രബലാദി. അങ്ങനെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു വ്യതയിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ, ഇങ്ങനെ ഒരു കണ്ണുനീരിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ, മുട്ടുമായിട്ട് കഴിയുന്ന ഒരു അനുഭവം, ആത്മീകമായിട്ട് വളരുവാൻ കഴിയാതെ വണ്ണം, ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയാതെ വണ്ണം, അസ്തൽ കടകൾ, റീമനകടകൾ പ്രബലാദി, കക്ഷക്കടകളാദി, കർത്താവിൻ്റെ സ്നേഹത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശാന്തൽ പ്രബലാദി. ദൈവം നമ്മളെ